ബനാന സോക്കറ്റ് അല്ലെങ്കിൽ ബൈൻഡിങ് പോസ്റ്റ് ഇങ്ങനെയുള്ള സാധാരണ കണക്ടേഴ്സിന് പകരം അതാണോ ഏറ്റവും നല്ലത്? ബനാന സോക്കറ്റ് സെറ്റിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഈ കമന്റ് മാത്രമല്ല, മുൻപേ കമന്റ്സ് ഉണ്ട്, പക്ഷെ അത് ഞാനൊന്നും ചെയ്തില്ല അതിനെ പറ്റി. അപ്പോൾ തൽക്കാലം ഈ വീഡിയോയിൽ നമുക്ക് ബനാന സോക്കറ്റുകൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് ഈ കാലത്ത് നല്ലൊരു രീതിയിലുള്ള സാധനം ഏതാന്നുള്ളത് ഒന്ന് പരിചയപ്പെടാം. അതായത് ഇവിടെ എനിക്ക് കോഴിക്കോട് കിട്ടുന്ന സാധനങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്, മറ്റെവിടെയും സ്ഥലത്ത് കിട്ടുന്ന സാധനങ്ങളെ പറ്റിയോ അല്ല. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള സാധാരണ കണക്ടറുകൾ, അതായത് സ്പീക്കർ കണക്ടേഴ്സിനെക്കാട്ടും എത്രയോ ഹെൽത്ത് കൂടുതലാണ് ഇങ്ങനെയുള്ള ബനാന സോക്കറ്റുകൾക്ക്. നല്ല രീതിയിലുള്ള ഒരു വയർ കണക്ട് ചെയ്താൽ അപ്പോൾ ഇത് പണിയിട്ടു. അപ്പോൾ അതിന് ആ സ്ഥാനത്ത് നമുക്ക് ഇങ്ങനെയുള്ള സോക്കറ്റുകൾ വെക്കാം. ബ്രാൻഡുകളിലെല്ലാം നിങ്ങൾക്ക് ഈ ടൈപ്പ് സോക്കറ്റുകളാണ് കാണാൻ കിട്ടുക. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് വയർ നേരിട്ട് ഇതുപോലെ കണക്ട് ചെയ്യാം, ഇതിനുള്ളിൽ കണക്ട് ചെയ്യാം. അതേപോലെ സോക്കറ്റ്, അതായത് പ്ലഗ് ഉപയോഗിച്ചും കണക്ട് ചെയ്യും. നമുക്ക് പണിയെടുക്കാൻ സുഖം, ഉപയോഗിക്കാനും സുഖമുള്ളത് ഏതാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്തത്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കണക്ടേഴ്സ് വെക്കണമെങ്കിൽ, അതായത് ബനാന സോക്കറ്റുകൾ നമ്മൾ സ്പീക്കേഴ്സിന് വെക്കണമെങ്കിൽ നമുക്ക് ആ ടൈപ്പ് ക്യാബിനറ്റ് ആയിരിക്കണം. അതായത് ഈ ടൈപ്പ് ഐറ്റംസ് ഫിറ്റ് ചെയ്യാൻ പറ്റിയ ക്യാബിനറ്റിന്റെ ബാക്ക് പാനലായിരിക്കണം. ഇത് ഞാനിവിടെ ചെയ്ത് കൊണ്ടുവന്ന, അതായത് പുതിയതായിട്ട് ഒരു ആമ്പിന് വേണ്ടി ചെയ്ത് കൊണ്ടുവന്നാണ്. ഇത് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് ഈ ടൈപ്പ് ഒരു സെറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ടൈപ്പ് ബനാന സോക്കറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനു വേണ്ടി ചെയ്ത ഈ പാനലിലെ ഈ ഹോൾസിൽ നമുക്ക് ഇത് സൂട്ടാവില്ല, ഇതിന് ഹോൾസ് വ്യത്യാസം വരുത്തണം. അതേപോലെ തന്നെ ഇതും സൂട്ടാവില്ല, ഇതിനും ഈ ടൈപ്പ് വ്യത്യാസം വരുത്തണം. അപ്പൊ അങ്ങനെയാണ് ഓരോന്നിനും അതിൻ്റെതായ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പാനൽ പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്രിലിക് ഷീറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് സാമ്പിൾ കാണിച്ചു തരാം. അതായത് ബനാന സോക്കറ്റ് സെറ്റ് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നമുണ്ട്. അതായത് ബനാന സോക്കറ്റ് ഈ ടൈപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഇതിന് അധികം പ്രശ്നമില്ല, പക്ഷെ എന്നാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന് തീരെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആ പ്രശ്നം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ഈ മോഡൽ അവിടെ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മളിത് അയക്കുന്നത് ഈ രീതിയിലാണല്ലോ, ഈ ഭാഗത്ത് വെച്ച് അയക്കാം. ഈ രീതിയിൽ നമുക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ നട്ടും ഈ ഫൈബറിന്റെ മുകളിൽ, പ്ലാസ്റ്റിക്കിന്റെ മുകളിലുള്ള ആ ത്രെഡും ആണ് ഇതിനെ നമ്മുടെ ബാക്ക് പീസിന്റെ മുകളിൽ ആക്രിലിക് ഷീറ്റോ അല്ലെങ്കിൽ എന്തിന്റെ മുകളിലാണോ അത് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പറ്റിയ ഹോളാണ് ഇപ്പോൾ ഇതിൽ ഈ ഭാഗത്തായിട്ട് ഇട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് കടത്തി വെച്ചു. ഓക്കെ, ഇതുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ അയക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് അതിന്റെ ഹോള് കാണാം. അതായത് വയർ കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ പറ്റിയ ഹോൾ. അതല്ലെങ്കിൽ ബനാന പ്ലഗ് ഈ ഭാഗത്തായിട്ട് പ്ലഗ് ഇൻ ചെയ്താൽ മതി. ഇത് ഞാനിവിടെ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഊരിയ ആ വാഷറും ആ നട്ടും ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യാം. ഈ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് നന്നാക്കി ടൈറ്റ് ചെയ്യണം. ആ ഓവർ ടൈറ്റ് ചെയ്താൽ സംഭവിക്കുക എന്താന്ന് വെച്ചാൽ ഇതിന്റെ ത്രെഡില്ലേ, ഈ ഭാഗത്തെ ഈ ത്രെഡ്, ഇത് ഇവിടെ ഈ നമ്മളെ ഈ നട്ട് ടൈറ്റ് ആകുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അത് ലൂസായി പോകും. അപ്പോൾ ആ രീതിയിലുള്ളൊരു കുഴപ്പമാണ് ഇതിന് ആദ്യം വരാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ടൈറ്റ് ചെയ്യാം. ഞാനിങ്ങനെ ഒരു ടൂൾ ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്യുന്നത്. നമുക്ക് പ്ലെയർ ഉപയോഗിക്കാം, മറ്റെന്തെങ്കിലും ഡിവൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതാകുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ടൈറ്റായി കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. കൂടുതൽ ടൈറ്റ് ആക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക. പിന്നെ അടുത്തത് നമ്മളിവിടെ ഈ വയർ കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്ത് നമ്മൾ ടെർമിനൽ ഫിറ്റ് ചെയ്തിട്ട് ആ വയർ ഇവിടെ കണക്ട് ചെയ്യും. അത് നന്നാക്കി നമ്മൾ ടൈറ്റ് ചെയ്യും. ഇത് ഫുൾ ടൈറ്റ് ചെയ്യും. അപ്പോഴും ഓവർ ടൈറ്റ് ആകുമ്പോൾ ഈ ഭാഗം ജാമായി പോകുന്നുണ്ട്. എനിക്ക് ഉണ്ടായ അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ശേഷം നമ്മളിവിടെ തിരിക്കുക. ഒരു കസ്റ്റമർ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടേ ഇത് ഫുൾ ടൈറ്റ് ആക്കി. അപ്പോൾ സംഭവിക്കുന്നത് ഈ ഭാഗം, അതായത് അതിന്റെ അപ്പുറത്തെ സൈഡ് അടക്കം തിരിയും. അതല്ലെങ്കിൽ അത് ഫുൾ ടൈറ്റ് ആവും. ഓക്കെ, അത് രണ്ടാമത് ഇടത്തോട് തിരിക്കുമ്പോൾ അപ്പുറത്ത് ഇളകിയതുണ്ട് ഈ ഭാഗം. ആ ഇളകിയത് ഒരു പ്രശ്നം വരും. പിന്നെ അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തവർ ഇത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇടത്തോട് തിരിക്കും. അതിൽ ആ ഭാഗം ഇങ്ങനെയുള്ള ഈ ലൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഗം ഉപയോഗിച്ചോ ഗ്ലൂ ഉപയോഗിച്ചോ ഇവിടെ ടൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രശ്നം ഇങ്ങനെയുള്ള സോക്കറ്റിന് വരും. ഇതിന് സാധാരണഗതിയിൽ വിലയും കുറവാണ്. ഫിറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ട് അധികമാണ്. അതായത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഇവിടെ വയറും ഫിറ്റ് ചെയ്ത് ഇതിനെ ലോക്ക് ഇവിടെ നന്ന രീതിയിൽ ലോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് നമുക്ക് ഈ ടൈപ്പ് കണക്ടർ, അതായത് ബനാന സോക്കറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ നമ്മൾ ഇത് ഫുൾ നട്ടും അയച്ചെടുക്കുക. അതാണ് ഇതിന്റെ ആദ്യത്തെ പണി. ഇത് ഫിറ്റ് ചെയ്തിട്ടില്ലാത്തവർക്ക് പറഞ്ഞുതരാം. ഇതിന്റെ എല്ലാം പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ഇതിന്റെ വാങ്ങാനുള്ള ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഇത് ഇതുപോലെ അയച്ചെടുക്കുക. ഇപ്പം നിലവിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ടൈപ്പാണ്. ഈ ടൈപ്പിന് കുറച്ച് സൗകര്യം കൂടുതലാണ്. ആ സൗകര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ നമ്മൾ ഇതുപോലെ അയച്ചെടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഹോൾ ഇട്ടുണ്ടാവും. ഇതേപോലെ കറക്റ്റ് കയറാനുള്ള ഹോൾ ഇട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ ഹോളാണ്
ഞാനിവിടെ ഈ പാനലിന്റെ മുകളിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഹോൾ ടൈല് നമ്മൾ കറക്റ്റ് ഇതുപോലെ ഫിക്സ് ചെയ്യാം. അപ്പം ഇത് ഫുൾ ഞാൻ ഇതിനകത്തോട്ട് ടൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നല്ലൊരു റിച്ച് ഫിനിഷാണ് നമ്മളിവിടെ കാണാൻ കിട്ടുന്നത്. ഓക്കെ, ഇനി അതിന്റെ മറ്റേ സൈഡിൽ ഈ പീസ് ഇതേപോലെ ചെയ്യുക. ഇതേപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ഈ ബോൾട്ട് ഇടുമല്ലോ, അതായത് നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ഈ ടൈപ്പ് സ്പ്രിംഗ് വാഷർ ഇട്ടിട്ട് നമ്മളിവിടെ ടൈറ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഇടുക. അതിന്റെ ശേഷം 2 കോപ്പർ വാഷർ ഇട്ടു. ഇനി 2 വാഷറും 2 നട്ടും കിടപ്പുണ്ട്. അപ്പൊ ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക ഒരു സെറ്റ് ഓഫ് നട്ട്. അതായത് ഇതിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കും. ഇപ്പോ നോക്കിയേ, നല്ല സൂപ്പർ ഫിനിഷ് ആയിട്ട്, അതായത് ആ ഭാഗത്ത് ഈ സാധനം വെച്ചത് കണ്ടാൽ നമ്മൾ ഇപ്പൊ നാട്ടിൽ നിന്ന് ചെയ്താന്ന് തോന്നില്ല. അത്രക്കും നല്ല ഫിനിഷ് ആയിരിക്കും. ഇത് ഇങ്ങനെ ഒരു റോ ആയിട്ട് നിൽക്കുന്നുണ്ടാൽ അത് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇങ്ങനെ വെക്കാം. അതല്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആയിട്ടൊക്കെ വെക്കാം. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സ്ട്രോങ് ആയി. ഇത് അനങ്ങണമെങ്കിൽ ഇനി ഇതിനെ അടക്കം തിരിക്കണം, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് അഴിഞ്ഞു പോരണം. അപ്പൊ അത്രയും നല്ലൊരു സൗകര്യത്തിൽ ഇത് ലോക്കാവും. ഇനി അടുത്തത് നമ്മൾ വയർ കണക്ട് ചെയ്ത് ആ ടെർമിനൽ ഇവിടെ ഇട്ടതിന്റെ ശേഷം ഈ വാഷർ ഇട്ടിട്ട് നമ്മൾ വയറിനെ ടൈറ്റ് ചെയ്യാൻ ഈ നട്ട് ഉപയോഗിക്കുക. ഈ ബോൾട്ട് എന്നാണ് പറയുന്നത്. എനിക്ക് എപ്പോഴും ആ മിസ്റ്റേക്ക് വന്ന് ക്ഷമിക്കട്ടോ. ഇതിവിടെ ഇട്ട് ഇനി ഇതിനെ ആ വയറിനെ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഈ ബോൾട്ട് ടൈറ്റ് ചെയ്താൽ ഇത് അടിപൊളി. അതായത് ഇപ്പൊ നിലവിൽ ഏറ്റവും റിച്ച് ക്ലാസ് സാധനം എനിക്ക് തോന്നിയതാണ്. അതിന്റെ ഉള്ളിലേക്കുള്ള കണക്ഷനൊക്കെ നോക്കിയാൽ. ഇനി നമുക്കിത് വയർ കണക്ട് ചെയ്യാനാണെങ്കിൽ നമ്മളിവിടെ അത് അയച്ച് നോക്കുമ്പോൾ കാണാം, കണ്ടില്ലേ? ഹൈ ക്ലാസ് സാധനം, നല്ല ക്ലാസ് ലുക്കാണ്. ലുക്ക് മാത്രമല്ല, ആ ഫിറ്റ് ചെയ്താൽ അതിനൊരു മതിപ്പ് തോന്നുന്ന ഒരു ലുക്കാണ് ഇനി കാണുന്നത്. അപ്പൊ നിലവില് ഇപ്പോ ഞാൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞാല് ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇതിന് ഫിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഞാൻ കാണിച്ചു. എനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് അത്. ചിലപ്പോൾ എന്റെ അറിവില്ലായ്മയായിരിക്കും. ഇനി അത് നല്ല കറക്റ്റായി ഫിറ്റ് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ ഇതിന് എത്ര തന്നെ കറക്റ്റായി ഫിറ്റ് ചെയ്താലും അത് ഇതിന് ഈ ഒരു കണക്ഷന്, ഈ ഒരു ടൈപ്പ് ഫിറ്റിങ്സിന് ഒക്കില്ല ഈ ഒരു കണക്ഷൻ. അത് കാണുമ്പോഴുള്ളതും അതേപോലെ എക്സ്പീരിയൻസ് യൂസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം, ഫിറ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഒക്കെ ഇതിൽ കാണാം. അതേപോലെ തന്നെയാണ് ഇവര്. അതായത് ഇതിപ്പോ സ്റ്റീരിയോ ടൈപ്പിന് വേണ്ടി എടുത്താൽ അത് നമുക്ക് ഇങ്ങനെ ഒരു സിംഗിൾ റോ ആയിട്ട് ഒരു സിംഗിൾ ചാനലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റും കിട്ടും. അപ്പൊ ഇതിന് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതിന്റെ ഔട്ടർ ഈ ഹോൾ ഈ ഒരു ഏരിയക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ആക്രിലിക് ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കണം. എന്നാലേ അത് ഈ ഏരിയ വരെ കറന്നിട്ട്, അതായത് ഉള്ളിൽ നിന്ന് കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് ഈ പീസിന്റെ ഈ ഭാഗം മാത്രം ഈ ഏരിയ വരെ പുറത്തോട്ട് വന്ന് നിൽക്കും. നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഈ 3 സ്ക്രൂവിൽ ഏതെങ്കിലും ഒരു സ്ക്രൂ അല്ലെങ്കിൽ 2 സ്ക്രൂ നമുക്ക് ഇവിടുന്ന് പുറമേ നിന്ന് ഫിറ്റ് ചെയ്യാൻ, അതായത് ഷീറ്റിന്റെ മുകളിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാനുള്ള രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ബനാന സോക്കറ്റ് സെറ്റിംഗ്സ് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചില്ലേ? ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും സേഫ് ആയതും അതായത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടർ ഇപ്പോൾ എനിക്ക് ഇതാണ് പറയാനുള്ളത്. രണ്ടാമത്തേതും ഓക്കെ ആണ്, പക്ഷെ ചില സമയത്ത് വല്ല കാരണം കൊണ്ടും ഇത് ലൂസായി വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഉറപ്പിച്ചില്ലെങ്കിൽ അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഇത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് അവിടെ വേണം. അതായത് 5.1 ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ ക്യാബിനറ്റിന്റെ നല്ലൊരു ഏരിയ തന്നെ ഇവർ കവർ ചെയ്യും. അതായത് ഇതുപോലത്തെ ഇപ്പോൾ ഇത് 2 വെച്ചപ്പോൾ തന്നെ ഇത് കവറായി. ഇപ്പൊ 4 ചാനലായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ടാവണം. ഇതേപോലെ സ്പേസ് ഉണ്ടാവണം. ഒന്നുകൂടി ഇവിടെ വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഇത്ര സ്പേസ് ഉണ്ടെന്ന്. ഒന്നുകൂടെ വെച്ചാൽ ഓക്കെ, ഈ ഒരു ഏരിയ ഫില്ലായി. അപ്പം മറ്റേത് വെച്ചാലും ആവും. പക്ഷെ ഇത് 5.2 ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ഒരു ചാനലും കൂടി വെക്കണമെങ്കിൽ ബുദ്ധിമുട്ടാവും. അത് നമ്മൾ മറ്റൊരു സ്പേസ് മറ്റൊരു സ്ഥലത്ത് കാണേണ്ടി വരും. അത്രേ ഉള്ളൂ, ബാക്കി കുഴപ്പമൊന്നുമില്ല. ഇതിന് കറക്റ്റ് ഇതിന്റെ ഔട്ടറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യണം, അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പൊ ബനാന സോക്കറ്റ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത് ഈ ടൈപ്പ് എടുത്ത് ഈ തൽക്കാലം ഇപ്പൊ ഇറങ്ങുന്ന മോഡലിൽ ഈ ടൈപ്പ് എടുത്ത് ഉപയോഗിക്കാം. അതല്ലാതെ ഇഷ്ടംപോലെ ടൈപ്പുകളുണ്ട്. ഞാനിവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഡയറക്റ്റ് വാങ്ങി കിട്ടുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഓൺലൈനിൽ നമുക്ക് പല വെറൈറ്റിയും കിട്ടാനുണ്ട്, പല തരത്തിലും കിട്ടാനുണ്ട്. അതിൻ്റെ ഒന്നും ആ ഒരു സ്ട്രെങ്ത്തും അതിൻ്റെ ഒരു ക്വാളിറ്റിയും നമുക്കറിയില്ല. ഇത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയുള്ളത് ഇട്ടിട്ട് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, ആരും പരാതിയായിട്ട് വന്നില്ല, കുഴപ്പമൊന്നുമില്ല. ഈ ടൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പരാതി ഇട്ടു, അത് വേറെ കാര്യം. നല്ല സ്ട്രോങ് സ്പീക്കേഴ്സ്, അതായത് ഒരു 100 watts ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് താങ്ങാനുള്ള ചാൻസ് കുറവാണ്. താങ്ങും, നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ താങ്ങുമായിരിക്കും. പക്ഷെ എന്തായാലും ആ സ്പ്രിംഗ് ആക്ഷൻ കാരണം അത് പ്രശ്നം വരുന്നുണ്ട്. ഇതിന് ഈ ഉരിയിടുക എന്നുള്ള ആ ഒരു അവസ്ഥ വരുന്ന ഒരു ഉപയോഗമാണെങ്കിൽ അതും ഇത് ലൂസായി പോകാൻ കണ്ടോ
ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനൊന്നും പഠിക്കാനില്ല, ധൈര്യമായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അതായത് ഏറ്റവും സൗകര്യപ്പെടുന്ന ഏതാന്ന് നോക്കിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ